പറഞ്ഞ് അത് അന്വേഷിക്കാനുള്ള ഇല്ലം മനക്കോലായൊക്കെ ഉള്ളതല്ലേ അല്ലേ? അതിനെ കുറിച്ച് അറിയാലല്ലേ? ഞാൻ അങ്ങോട്ട് പറയുന്നത് അല്ലെങ്കിൽ ഉണ്ണി പറയാന്നിട്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. ഏതാ നല്ല ഉണ്ണി പറഞ്ഞോ, എന്നിട്ട് ഞാൻ പറയാം. അത് തന്നെയാ ഞാനും ചോദിച്ചോളൂ. മനസ്സിലായില്ല? അതായത് ഇന്ന ദേശത്ത് ഇന്ന കർമ്മത്തിന് ഇന്ന സ്ഥാപനത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോ ആ സ്ഥാപനം എന്തെന്നറിയാനുള്ള വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങളൊക്കെ ഈ ഭൂമി മലയാള മണ്ണിലുണ്ട് ഇല്ലേ? അപ്പൊ ഉണ്ണിയുടേതായ ഒരു കളി കളിച്ചതല്ലേ? ഒരു മംഗല്യം കഴിക്കുന്ന ആ ഉണ്ണിയുടെ ഇല്ലം മനക്കോലായിലെ ചുറ്റുവട്ടത്ത് പോയാൽ ആ ഉണ്ണി ഏതാണെന്ന് അന്വേഷിച്ചറിയാം. അതുപോലെ തന്നെ ആറ് കടന്ന് പോവാണെങ്കിൽ ആ സ്ഥാപനം ഏതാണെന്നും ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ എന്താണെന്നും അന്വേഷിച്ചറിയാനുള്ള ഫലപ്രാപ്തി ഇപ്പോ ഈ ഭൂമി മലയാള മണ്ണിലുണ്ട് ഇല്ലേ? ഏതില്ലത്തായിക്കോട്ടെ എന്ന് മനസ്സിലായില്ല. അത് അന്വേഷിക്കണ്ടേ? ഉണ്ണിത് അന്വേഷിക്കാണ്ടല്ലേ ഈ സംഭവിച്ചെന്ന ചോദ്യമുള്ളൂ. അതിന് ഉത്തരം നീ പറ. മീതി കാര്യം ഞാൻ പിന്നെ പറയാം. ആ എന്നിട്ട് എന്തായി? കൂടെ ഇരുന്നിട്ടല്ലേ ഇപ്പൊ ചെയ്ത്? അല്ല, കൂടെ ഇരുന്നിട്ടല്ലേ ഇപ്പൊ ചെയ്ത്? കാര്യം എനിക്ക് മനസ്സിലായി. എല്ലാവക വേണ്ടാത്തരങ്ങളും ഉണ്ണിയുടെ കയ്യിലുണ്ട്. നക്ഷത്രം എന്ന് പറഞ്ഞ ഉണ്ണിയുടെ സമയം നല്ലതാണല്ലോ. അപ്പൊ പിന്നെന്തേ അങ്ങനെ ചതിക്കപ്പെടേണ്ട സമയമല്ലല്ലോ. ഉണ്ണിയുടെ നക്ഷത്രം നല്ലതാ. വ്യാഴം 11 അപ്പൊ വ്യാഴം കൊണ്ട് ചിന്തിക്കുമ്പോ വെള്ളി പോണ്ട സമയമല്ല. വെള്ളി പോണ്ട കാര്യമില്ല. 10 വെള്ളി എറിഞ്ഞാൽ 15 വെള്ളിക്ക് ലാഭം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമായാലും ശരി സമയം നല്ലതായിട്ട് നിൽക്കുന്ന ശനി ബലവാനായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതുകൂടാതെ കണ്ട് ഉണ്ണി സന്താനങ്ങളുടെ 4-ാമിടത്ത് കൂടപ്പിറപ്പുകളായി മുൻകാലത്ത് വല്ല വാക്കുവാദങ്ങളെ തർക്കങ്ങൾ നടന്നിട്ടുണ്ടാ? മണ്ണ് സംബന്ധമായിട്ടോ വെള്ളി സംബന്ധമായിട്ടോ എന്തായിക്കോട്ടെ ഉണ്ടായിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ, മണ്ണ് സംബന്ധമായിട്ടോ വെള്ളി സംബന്ധം എന്തായിട്ടുണ്ടായിക്കോട്ടെ മുൻകാലത്ത് ഉണ്ടായതും അന്ന് കാലത്ത് ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫല. ഉണ്ണിയുടെ സമയം നല്ലതാണ്. അങ്ങനെ ഒരു ഊരാക്കുടുക്കിൽ പോയി വീഴേണ്ട സമയമല്ല. കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊന്നും ഉണ്ടാവണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. രേവതി നക്ഷത്രം പെൺസന്താനങ്ങളെ പിന്നാലെ പോകുന്നൊരു ഉണ്ണിയാണ്. അതന്നെ ഞാൻ പറഞ്ഞേ, നിനക്കറിയാം. അത് നീ മറച്ചു പറ്റില്ല. നീ എന്നോട് ഈ വട്ടം ചവിട്ടിയത്, അപ്പൊ ഞാൻ തിരിച്ചു വട്ടം ചവിട്ടുന്നു. അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാനെന്താ പറഞ്ഞേ? ആ ഉണ്ണിയുടെ നക്ഷത്രം രേവതിയാ. ഇത്തിരി സംസാരപ്രിയനാ അല്ലേ? പ്രത്യേക പെൺസന്താനങ്ങളോട് അല്ലേ? അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞു. എല്ലാ രേവതിക്കാരും പറഞ്ഞിട്ടില്ല. ചില ജനിക്കുന്ന സമയത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പെൺസന്താനങ്ങളോട് ഇത്തിരി പ്രിയമുള്ളത് കൊണ്ട് ചില ഒരു പെൺസന്താനത്തിലേക്ക് പോയിപ്പെട്ടിട്ടുണ്ട്. ഒരു അവിടെ ഇതിന്ന് ഞാൻ ഇറക്കിത്തരാം. ഇതിന്ന് അതിന്ന് ഞാൻ ഇറക്കിത്തരാം. അല്ല, ഇതിന്ന് ഇറക്കിത്തരാന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്ന് ഞാൻ ഇറക്കിത്തരാം. ചിങ്ങപ്പുലരിക്ക് എനിക്ക് കർമ്മം തരുമ്പോ നീ എനിക്ക് വെള്ളി കൊണ്ടു തരണം. അപ്പോഴേക്കും അതിന്റെ കടിയില്ലേ? അല്ല, ആ കണ്ടത്തിൽ ഇനി വിത്ത് വിതയ്ക്കാൻ ചെന്ന സമ്മാനം കിട്ടുമെന്നാ ചോദ്യം. അപ്പൊ തമ്മണ്ട പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. തരാന്നല്ല, തന്നിരിക്കണം. ഇല്ലെങ്കിലേ ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് വരും. നീ ഏത് ദിക്കിൽ പോയാലും മനസ്സിലായില്ല. ഞാൻ അങ്ങനത്തെ കാത്തേക്കണമെന്ന് പറഞ്ഞു. കീഴെ വെച്ചോളാൻ ചിങ്ങപ്പുലരി കഴിയട്ടെ, ഞാൻ തീർപ്പുണ്ടാക്കി തരാം. പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഉണ്ണികളല്ല. മനസ്സിലായില്ല? പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുന്ന ഉണ്ണികളല്ലാന്ന്. അതന്നെ. അതൊക്കെ നീ പോണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കൊടുത്തതിന് രേഖയുണ്ട. നീ മറ്റുള്ള കരുക്കളൊക്കെ പ്രാർത്ഥന വെച്ചതല്ലേ? മറ്റുള്ള കരുക്കളോടൊക്കെ പ്രാർത്ഥന വെച്ചതല്ലേ? പിന്നെ ഇത് ആരെ പറഞ്ഞു കേട്ട് വന്ന ഇതല്ലേ? ഇതല്ലേ? അതിന് കാര്യം ഞാൻ നടത്തി കൊടുക്കുന്നുണ്ട്. അതിനറിയാം എന്നെ. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആരാണ്. അപ്പൊ നീ ആ ഉണ്ണിയുടെ വാക്ക് കേട്ടിട്ടല്ലേ വന്നേ? വന്നതിന് എനിക്ക് പരിഭവമില്ലാന്ന്. എല്ലാം നാനാരാ എന്നെ കാണാൻ വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ
നീ കൊടുത്തതിന് രേഖയില്ല, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിന് വിലയുണ്ടാവില്ല. 5 വർഷക്കാലായി, പിന്നെ കാര്യമുണ്ടാ? ഇല്ല. തീയതി കുറിച്ചിട്ടില്ല, അപ്പൊ ഒന്ന് ഇറങ്ങി കളിക്കാം. മനസ്സിലായില്ല? ഉണ്ണി പറഞ്ഞ കാര്യം ഒന്ന് പ്രവർത്തിച്ചോ? മനസ്സിലായില്ല? ബാങ്കിൽ കൊടുക്കാം, എന്നിട്ട് അവിടെ പൈസ രേഖ തരാൻ പറയാം. അത് കൊടുത്തിട്ട് വക്കീലിന് വേണ്ടി കേസ് ഫയൽ ചെയ്യും. കറുത്ത പത്രക്കാരൻ ഞാനും കൂടി കളിച്ചേക്കാം. മനസ്സിലായില്ല? നീ അങ്ങോട്ട് കൊടുത്തതല്ലേ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. നീ അങ്ങോട്ട് കൊടുത്തതല്ലേ? നിന്റെ പെട്ടി തുറന്ന് നീ എടുത്ത് വെച്ച പോലെ എടുത്ത് കൊടുത്തതല്ലേ? അല്ലാണ്ട് തട്ടിപ്പറിച്ചതല്ല, എടുത്തിട്ട് പോയതുമല്ല. നീ മനസ്സറിഞ്ഞ് കൊടുത്തതാ അല്ലേ? നീ ഇപ്പുറത്തൊരു സഹായം പ്രതീക്ഷിച്ച് മുന്നൊരു വടി എറിഞ്ഞു. ആ വടിയോടും കൂടി അവര് നിർത്തി, പിന്നെ ആ കുറ്റി അടച്ചു കെട്ടി. മനസ്സിലായില്ല? അപ്പൊ ഞാനത് തീർപ്പുണ്ടാക്കി തരാം. നീ ആ ഉണ്ണിതെന്താ അവരുടെ പേരൊക്കെ അറിയും. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ ഉണ്ണിയെ, നീ ഇങ്ങനെ ഒരു കാര്യം പ്രവർത്തിച്ചോളാം. എങ്ങനെ ഒരു കടലാസുണ്ട് കൊടുക്കുക, അതുപോലെ തന്നെ നിന്റെ കയ്യിൽ ഒരു കടലാസുണ്ട് ഇരിക്കുന്നത് പറഞ്ഞല്ലോ. തീയതി എഴുതാത്തത് അത് അവര് തന്നാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മനസ്സിലായില്ല? വെറുതെ തരില്ലല്ലോ. വെറുതെ തരില്ല. അപ്പൊ അതൊരു രേഖ. മനസ്സിലാവണ്ട? അതുപോലെ തന്നെ നിനക്ക് എന്തൊക്കെ രേഖകൾ അവർ തന്നിട്ടുണ്ടോ അതൊക്കെ പാടപെട്ട് ഒരു കറുത്ത വസ്ത്രക്കാരന് കൊടുത്തു. അയാളുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ച് നിനക്ക് വാങ്ങിച്ചു തന്നേക്കാം. മതിയാ? അവര് ചെയ്യുന്നത് അനർത്ഥ കളിച്ചേക്കാം. മനസ്സിലാവണ്ട? നീ ഒരു കടലാസുണ്ട് കൊടുത്തു, എന്റെ അധികാരി പറഞ്ഞ പോലെ നീ ഒരു കടലാസുണ്ട് നീയായിരുന്നു കൊറ്റിണ്ടായിരിക്കോ, ഞാൻ തരാം. മതിയാ? നമ്മളുടെ വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാ? നീ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ? നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ? മതി. അത് അങ്ങനെ പറയണമെങ്കിൽ ഇപ്പുറത്ത് വേറെ ആരെങ്കിലും വരണ്ടേ? മനസ്സിലാവണ്ട? അതായത് ഈ ഭക്ഷണശാലയിൽ ഭക്ഷണം വെക്കും, ഭക്ഷണം ശരിയില്ല എന്ന് പറയണമെങ്കിൽ ആ ഉണ്ണി വേറെ ഏതെങ്കിലും ഭക്ഷണശാലയിൽ പോയിട്ട് അന്നം കഴിക്കണം. അപ്പൊ അവിടുത്തെ രുചി നന്നതാവണം. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതിന്റെ ഭാഗം മനസ്സിലായി നിനക്ക്? ഞാൻ വേറെ രീതിയിൽ നിന്നോട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇതിന്റെ അപ്പുറത്തൊരു ഉപമയില്ല എനിക്ക്. അതായത് നീ ഇരിക്കേണ്ട സ്ഥലത്ത് വേറൊരു ഉണ്ണി സന്താനം ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാ അവരൊരു മധ്യത്തിലൊരു ഉദരത്തിലേക്ക് വശത്താക്കിയിട്ട് ആ ഉണ്ണി സന്താനത്തിനെ വശത്താക്കിയിട്ട് നീ ആ ഉണ്ണി സന്താനത്തിന് എന്റെ അച്ഛൻ പാതി വെള്ളത്തില് വിഷകാനി കളയുന്നൊരു ഇല്ലാണ്ട് അവിടേക്ക് പറഞ്ഞേച്ചേക്കാം. 30 നാളുക്കുള്ളിൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം അത് ഏതാ പെൺസന്താനെന്ന്. മനസ്സിലാവണ്ട? ആ ഉണ്ണി സന്താനത്തിന്റെ നാവിൻ തുമ്പെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും അടയാളങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന്. മനസ്സിലായ? അതുവരെ നീ ഇരിക്കുന്ന കാത്തിരിക്കണം. മനസ്സിലാവണ്ട? വെള്ളിട്ടോ എന്റെ എന്തായേ? കണ്ടു. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ നിനക്ക്? നിന്നോട് ആ ഉണ്ണി സന്താനം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇനി നിനക്ക് എന്താ വേണ്ടേ? ആ ഉണ്ണി സന്താനത്തിന്റെ നക്ഷത്രം പറഞ്ഞു. ആ ഉണ്ണിയോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റൂ? അപ്പൊ ആ ഉണ്ണി സന്താനത്തിന്റെ പേരിലെ ഭവനം പൂർത്തീകരിക്കുന്നവരെ തറകടി കാലിനൊരു ബലത്തിലല്ല. കാലെല്ലാം ആദ്യം വിട്ട് അത് കഴിഞ്ഞ് പാദം അങ്ങനെ പൊന്തി വരാം. മനസ്സിലാണ്? അത് പൊക്കില്ലേ? അതിന്റെ ചിത്രം ഇരിക്കണ്ട നിന്റെ കയ്യിൽ? ചിത്രം